4 മണി വാർത്തയിലേക്ക് വിശദമായി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് പദ്ധതിക്ക് വിദേശ സഹായം വാങ്ങാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിലാണെന്ന് അനിൽ അക്കരെ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ക്ലിഫ് ഹൌസിൽ യോഗം ചേർന്നതിന്റെ റിപ്പോർട്ട് അനിൽ അക്കരെ പുറത്തുവിട്ടു. കേന്ദ്ര സർക്കാരിന്റെ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം മുഖ്യമന്ത്രി ലംഘിച്ചു. ലൈഫ് മിഷൻ സിഇഒ ആയിരുന്ന UV ജോസ് തദ്ദേശ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് നൽകിയ കത്ത് അനിൽ അക്കര പുറത്തുവിട്ടു. UAE റെഡ് ക്രസന്റ് ജനറൽ സെക്രട്ടറി, കോൺസുൽ ജനറൽ, 2 പ്രതിനിധികൾ, വ്യവസായി MA യൂസഫ് അലി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തുവെന്നും കത്തിൽ പറയുന്നുണ്ട്. യൂണിറ്റ് ആക്ടിനെ ചുമതലപ്പെടുത്താനെടുത്ത തീരുമാനത്തിന്റെ യോഗം നടത്തിയത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ്. വടക്കാഞ്ചേരി നഗരസഭയിൽ ഈ കെട്ടിടം പണിയാനുള്ള തീരുമാനമെടുത്തത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ്. ആര് പണിയാൻ? റെഡ് ക്രോസ് അല്ല, കേരള സർക്കാരല്ല, ലൈഫ് മിഷൻ അല്ല, മറിച്ച് പണിയാൻ തീരുമാനമെടുത്തത് UAE കോൺസുലേറ്റ് ആണ്. UAE കോൺസുലേറ്റ് എന്ന് പറയുന്ന ഒരു വിദേശ രാജ്യത്തിന്റെ പ്രതിനിധി കേരളത്തിലെ ഒരു കരാറുകാരനുമായി അഗ്രിമെന്റ് വെച്ച് വടക്കാഞ്ചേരി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ജില്ലാ കളക്ടറുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്നത് സർക്കാരിന്റെ തീരുമാനപ്രകാരം വടക്കാഞ്ചേരി നഗരസഭയ്ക്കും സുൽത്താൻ ബത്തേരി നഗരസഭയ്ക്കും അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി, റവന്യൂ ഭൂമി നഗരസഭയ്ക്ക് കൈമാറിക്കൊടുത്ത സ്ഥലത്താണ് ഒരു വിദേശ ഏജൻസി നേരിട്ട് പണിയുന്നത്. അത് പൂർണ്ണമായും FCRAയുടെ ലംഘനമാണ്. നിയമസഭയിൽ മാത്യു കുഴൽനാടന്റെ ലൈഫ് മിഷൻ കേസിലെ മുഖ്യമന്ത്രിക്കെതിരായ അനിൽ അക്കരയുടെ ആരോപണത്തെ ഗൗരവമായി കാണുന്നില്ലെന്ന് MV ഗോവിന്ദൻ. ഇത് പറഞ്ഞ് സഭയിൽ നിന്ന് തന്നെ പുറത്തായ ആളാണ് അനിൽ അക്കരയെന്നും MV ഗോവിന്ദൻ പരിഹസിച്ചു. ലൈഫ് മിഷൻ പദ്ധതിയിലെ വിദേശ സംഭാവന നിയമലംഘനം മുഖ്യമന്ത്രിയുടെ അറിവോടെ ആയിരുന്നു എന്നാണ് അനിൽ അക്കരയുടെ ആരോപണം. ആദ്യമായിട്ട് അത് പണ്ടേ പറഞ്ഞു ഇപ്പൊ അസംബ്ലിയിൽ തന്നെ പോയല്ലോ, ഇത് പുറത്തേക്ക് പോകാൻ പത്രസമ്മേളനം ഒരു ഗൗരവത്തിലും കാണുന്നില്ല. അത്ര എന്നല്ല, ഒരു ഗൗരവത്തിലും കാണുന്നില്ല. ലൈഫ് മിഷനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ലൈഫ് മിഷൻ്റെ ഒരു ഫ്ലാറ്റ് നിർമ്മാണത്തിൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധമില്ലാത്ത ഒരു പ്രൈവറ്റ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ പ്രശ്നം വന്നത്. അനിൽ അക്കരേൻ്റെ പ്രദേശത്തുണ്ടായത്. അതുകൊണ്ട് ഇപ്പോൾ ലൈഫ് മിഷൻ അതൊന്നും ബാധകമല്ല. ലൈഫ് മിഷൻ വേറെ തന്നെ നടക്കുകയാണ്. ഇപ്പോൾ 3,42,000 ആളുകൾക്ക് ഭൂമിയില്ലാത്ത ആളുകളുണ്ട്. ആർക്ക് വീട് വേണം, അവർക്ക് വീട് വേണം, പക്ഷെ ഭൂമിയില്ല. അങ്ങനെയുള്ള 3,42,000 ആളുണ്ട്. അവർക്ക് ഭൂമി കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. അത് ഈ പറയുന്ന അഴിമതി പറഞ്ഞിടുന്ന ഒരു കാര്യമില്ല. 10,500 ഏക്കർ ഭൂമി വേണം. 77 താലൂക്ക് ലാൻഡ് സഭകളുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഭൂമി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അപ്പോൾ അവർക്ക് വീടും കൊടുക്കും. തന്നെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന് തുറന്നു പറഞ്ഞ EP ജയരാജൻ ന്യൂസ് 18നോട് വ്യക്തിഹത്യ ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചന നടന്നു, പിന്നിൽ പ്രവർത്തിച്ചത് ആരെന്ന് വ്യക്തമായി അറിയാം, പ്രഭവ കേന്ദ്രം തലസ്ഥാനത്താണെന്നും കണ്ണൂരുമായി ബന്ധമുണ്ട്, നടന്നത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണെന്നും EP ജയരാജൻ ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. അങ്ങ് തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്, അത് തലസ്ഥാനം കേന്ദ്രീകരിച്ചാണ് ഈ ഗൂഢാലോചന നടത്തുന്നതെന്ന്. ആരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? എന്താണ് അവരുടെ ഉദ്ദേശ്യം? അത് എന്നെ വ്യക്തിഹത്യ നടത്തുക എന്നുള്ളതാണ്. വ്യക്തിപരമായി തകർക്കുക, ഡാമേജ് ചെയ്യുക. അത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രഭവ കേന്ദ്രം തലസ്ഥാനത്ത് തന്നെയാണോ? തലസ്ഥാനത്തൊക്കെ ഉണ്ടാവും, കണ്ണൂരുമായി ബന്ധമൊക്കെ ഉണ്ടാവും പലപ്പോഴും. P ജയരാജൻ തനിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ലെന്ന് EP ജയരാജൻ. എല്ലാം മാധ്യമ സൃഷ്ടിയാണ്. അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ലെന്ന് P ജയരാജൻ സംസ്ഥാന സമിതിയിലും വ്യക്തത വരുത്തിയെന്നും EP ജയരാജൻ പറഞ്ഞു. EP ജയരാജനും P ജയരാജനും ഏറ്റുമുട്ടി എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നു. അപ്പോൾ ഏറ്റുമുട്ടലിൽ എത്ര പേർക്ക് പരുക്ക് എന്നുള്ള മറ്റിൽ പരിഹസിച്ചവരും ഉണ്ട്. എന്താണ് സംഭവിച്ചത്? ജയരാജൻ എനിക്കെതിരായിട്ട് ആക്ഷേപമൊന്നും ഉന്നയിച്ചിട്ടില്ല. ജയരാജൻ ഉന്നയിച്ചൊരു കാര്യം, ഞാൻ ഇത്തരത്തിലൊരു ആയുർവേദ സ്ഥാപനം കണ്ണൂരിൽ ഉണ്ടാക്കാൻ സഹായിച്ചിരുന്നു. അതൊരു കമ്പനിയാണ്. കോപ്പറേറ്റീവ് സെക്ടറിൽ സഹായിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഇങ്ങനെ കമ്പനിയായ സഹായിക്കാൻ പറ്റുമോ? അതാ ജയരാജൻ ഉന്നയിച്ച പ്രശ്നം. ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നില്ല. അത് സംബന്ധിച്ച് ഇങ്ങനെ ഉന്നയിച്ചപ്പോൾ അത് സംബന്ധിച്ചിട്ട് എനിക്ക് പറയാനുള്ള കാര്യം പിന്നീട് ചേർന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിൽ ഞാൻ പറഞ്ഞു, സംസ്ഥാന കമ്മിറ്റിയിലും പറഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തനിക്ക് ആഗ്രഹമില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. ഞങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു, പുതിയ തലമുറ വരട്ടെ, EMSന്റെ മാതൃകയാണ് താൻ പിന്തുടരുന്നതെന്നും EP ജയരാജൻ പറഞ്ഞു. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീമതി KK ശൈലജ മട്ടന്നൂരിൽ നിന്ന് രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കും. EP ജയരാജൻ
മട്ടന്നൂരിൽ മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തും, മന്ത്രിയാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഒരിക്കലും മുൻകൂട്ടി സ്ഥാനാർത്ഥികൾ ആരെയും പ്രഖ്യാപിക്കാറില്ല. അതിൻ്റെ സമയത്ത് ആലോചിക്കും, കാര്യങ്ങൾ നിശ്ചയിക്കും. പിന്നെ എന്നോട് വ്യക്തിപരമായി ചോദിക്കുന്നയാൾക്ക് ഇനി കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. കാരണം ഞങ്ങൾക്ക് പ്രായം കഴിഞ്ഞു, ഞങ്ങളൊക്കെ പലതും ആയിക്കഴിഞ്ഞു. ഇനി പുതിയ തലമുറയിൽപ്പെട്ടവർ വരട്ടെ, ചെറുപ്പക്കാർ വരട്ടെ. അവർക്ക് ഞങ്ങളെക്കാളും ഊർജം ഉള്ളവരാണ്. അവർ ആർജവത്തോടുകൂടി അവർക്ക് പ്രശ്നം കൈകാര്യം ചെയ്യാൻ കഴിയും. ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പിച്ചു പറയാതെ ഇ പി ജയരാജൻ. LDF കൺവീനറുടെ അസാന്നിധ്യം ചർച്ചയാകുമ്പോഴും സസ്പെൻസ് നിലനിർത്തിയായിരുന്നു ഇ പിയുടെ മറുപടി. എല്ലാ പാർട്ടിക്കാർക്കും പോകാൻ കഴിയില്ലല്ലോ എന്ന് ഇ പി പറഞ്ഞു. പക്ഷേ ഇതുവരെ ഇ പി ജയരാജൻ എന്ന നേതാവിനെ ഈ ജാഥയിൽ ഒരിടത്തും, ഈ യാത്രയിൽ ഒരിടത്തും കണ്ടില്ല. ലീഡറെയും 5 സഖാക്കളെയും അതിന് ചുമതലപ്പെടുത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ മൊബിലൈസ് ചെയ്യുന്നു, പരിപാടിയിൽ പങ്കെടുക്കുന്നു, വലിയ ജനക്കൂട്ടമുണ്ടാകുന്നു. അത്രയും കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയാണ്. അവിടെ എല്ലാ പാർട്ടിക്കാരും ഓരോ സ്ഥലത്തും പോകണമെന്നൊന്നും പറയുന്നത് ശരിയായിട്ടുള്ള നിലപാടേ അല്ല. ഏതെങ്കിലും ഘട്ടത്തിൽ യാത്രയുടെ ഭാഗമാകുമോ ഇ പി? അല്ല, പാർട്ടിക്കാരെല്ലാം ഈ ജാഥയുടെ ഭാഗമായി തീരുന്നുണ്ട്. അതുകൊണ്ട് ആ ചോദ്യത്തിനും പ്രസക്തിയില്ലാത്തതാണ്. ലഹരി അശ്ലീല വീഡിയോ വിവാദങ്ങൾക്ക് പിന്നാലെ ആലപ്പുഴ CPM-ൽ ആഭിചാര വിവാദവും ജില്ലാ പഞ്ചായത്ത് അംഗവും CPM കായംകുളം ഏരിയ സെന്റർ അംഗവുമായ യുവനേതാവിനെതിരെയാണ് ആഭിചാര ആരോപണം. മറ്റൊരു യുവതിയുമായി ബന്ധം പുലർത്തുന്ന ഭർത്താവ് ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടി ആഭിചാര കർമ്മങ്ങൾ നടത്തിയെന്ന DYFI മഹിളാ അസോസിയേഷൻ ജില്ലാ നേതാവായ യുവതിയുടെ പിതാവ് പരാതിയുമായി പാർട്ടിയെ സമീപിച്ചു. 1.5 വർഷമായി യുവനേതാവ് മകളെ ക്രൂരമായി മർദ്ദിക്കുന്നുവെന്ന് കാട്ടിയാണ് പിതാവും CPM എരുവ ലോക്കൽ കമ്മിറ്റി അംഗവുമായ പരാതിക്കാരൻ പാർട്ടിയെ സമീപിച്ചത്. കറ്റാനത്തുള്ള യുവതിയുമായി ബന്ധം തുടരുന്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ അംഗം ഔദ്യോഗിക വാഹനത്തിന്റെ ബോർഡ് മറച്ചുവെച്ച് അനാശാസ്യത്തിന് ഉപയോഗിക്കുന്നുവെന്ന ഗുരുതര ആരോപണവും പരാതിയിലുണ്ട്. പലതവണ മർദ്ദനമടക്കമേറ്റ യുവതി CPM നേതാക്കളായ സജി ചെറിയാൻ, കടകംപള്ളി സുരേന്ദ്രൻ, R നാസർ എന്നിവരെ പരാതിയുമായി സമീപിച്ചിരുന്നു. നേതാക്കളുടെ താക്കീത് ലംഘിച്ചാണ് കറ്റാനത്തെ യുവതിക്കൊപ്പം ഭാര്യയെ ഒഴിവാക്കാൻ ആഭിചാര കർമ്മങ്ങൾക്ക് പോയത്. കറ്റാനത്തെ സൂപ്പർമാർക്കറ്റ് ഉടമയായ യുവതി പലതവണ മകളെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും കത്തിൽ പറയുന്നു. കഴിഞ്ഞ മാസം 25-ന് ഭർത്താവ് തേപ്പുപെട്ടി ഉപയോഗിച്ച് ഭാര്യയെ വീണ്ടും ആക്രമിച്ചു. മർദ്ദനത്തിൽ പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹരിപ്പാട് നിന്നുള്ള മുൻ DYFI ഭാരവാഹി ഇടപെട്ട് നിർബന്ധിത ഡിസ്ചാർജ് വാങ്ങി. വിഷയം പാർട്ടി തലത്തിൽ പരിഹരിക്കണമെന്നും പോലീസിന് മൊഴി നൽകരുതെന്നും CPM കുടുംബത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ രാത്രിയോടെ CPM കായംകുളം ഏരിയ സെന്റർ അംഗങ്ങൾ പരാതിക്കാരിയെയും അച്ഛനെയും പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി പരാതി കൈപ്പടയിൽ എഴുതി വാങ്ങിയിരുന്നു. മുൻ SFI സംസ്ഥാന കമ്മിറ്റി അംഗമായ ഇവർ DYFI മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവും എരുവ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ്. ഹരിപ്പാട് SFI ഭാരവാഹിയായ പെൺകുട്ടിയെ DYFI നേതാവ് തെരുവിലിട്ട് മർദ്ദിച്ചതിന് പിന്നാലെയാണ് ആലപ്പുഴ CPM-ൽ പുതിയ വിവാദം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് MK രാഘവൻ MP. കോൺഗ്രസുകാർ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. നേതൃത്വമാണ് തെറ്റുകൾ തിരുത്തേണ്ടതെന്നും MK രാഘവൻ പറഞ്ഞു. പാർട്ടിയുടെ ഗുണപരമായ മാറ്റത്തിലൂടെ നന്മയ്ക്ക് വേണ്ടി കൂട്ടായ ശ്രമം നമ്മൾ ആരംഭിക്കുന്നില്ലെങ്കിൽ പരാജയ പാഠം പഠിക്കാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു 3 സ്റ്റേറ്റുകളിൽ. നമ്മുടെ സ്ഥിതി എല്ലാവർക്കും എന്താണെന്ന് അറിയാം. ആരാണ് ഉത്തരവാദി? അണികളാണോ? പ്രവർത്തകരല്ല. നേതൃത്വമാണ് പഠിക്കേണ്ടത്. എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? സംസ്ഥാനത്ത് ചൂട് കൂടും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്നും നാളെയും താപനില ഉയർന്നു തന്നെ നിൽക്കും. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം തുടർച്ചയേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. പകൽ സമയത്ത് നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. വാർത്തയിലേക്ക് വീണ്ടും. ക്വാറികളുടെ പ്രവർത്തനത്തിൽ സർക്കാരിന് തിരിച്ചടി. ക്വാറികളുടെ ബ്ലാസ്റ്റിംഗ് ദൂരപരിധി 150 മീറ്ററാക്കണമെന്ന് വിദഗ്ധ സമിതി നിർദ്ദേശിച്ചു. ജനവാസ മേഖലയിൽ നിന്ന് 150 മീറ്ററിൽ കുറയരുതെന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാന സർക്കാർ ദൂരപരിധി 50 മീറ്ററാക്കി ചുരുക്കിയിരുന്നു. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശാനുസരണമാണ് ഈ വിദഗ്ധ സമിതി രൂപീകരിച്ചത്. സമിതിയുടെ റിപ്പോർട്ട് ന്യൂസ് 18 ലഭിച്ചു. വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. വിനേഷ്, ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങളുള്ളത്? ആരൊക്കെയാണ് ഈ സമിതി അംഗങ്ങൾ?
എൽദോ 1138 പേജുള്ള റിപ്പോർട്ടാണ് ഇന്നലെ ഇത് സംബന്ധിച്ചുള്ള വിദഗ്ധ സമിതി സമർപ്പിച്ചിട്ടുള്ളത്. അതായത് NGT ആണ് ഇവരെ, ദേശീയ ഹരിത ട്രിബ്യൂണലാണ് നിയോഗിച്ചത്, ഇങ്ങനെ ഒരു സംഘത്തിനെ നിയോഗിച്ചത്. അതായത് കേന്ദ്ര ജലമലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ചേർത്തുള്ള ഒരു സമിതിയാണിത്. ഈ സമിതിയാണ് ഇപ്പോൾ വളരെ വിശദമായ പഠനം നടത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതായത് ക്വാറികളിൽ നിന്ന് ബ്ലാസ്റ്റിംഗ് ദൂരം, അതായത് 150 മീറ്ററെങ്കിലും ചുരുങ്ങിയത് 150 മീറ്ററെങ്കിലും ആക്കണമെന്നാണ് ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത്. അതായത് 300 മീറ്ററോളം സ്ഥലങ്ങളിൽ ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ഡേഞ്ചർ സോണായിട്ട് തന്നെ കാണണം. പക്ഷേ 150 മീറ്ററെങ്കിലും, കുറഞ്ഞത് 150 മീറ്ററെങ്കിലും ദൂരത്തിലായിരിക്കണം ജനവാസ മേഖല എന്നുള്ളത് എടുത്തു പറയുന്നതാണ് ഈ റിപ്പോർട്ട്. കല്ല് തെറിക്കാനുള്ള സാധ്യത, പൊടി, ശബ്ദം, വൈബ്രേഷൻ തുടങ്ങിയ മലിനീകരണ സാധ്യതകൾ സംബന്ധിച്ച് നിരവധി ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി അതിന്റെ ഒരു ഏകോപനം അത് ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇത്രത്തോളം വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. എന്തായാലും ഇത് സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. നമുക്കറിയാം, സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 100 മീറ്റർ എന്നുള്ളത് 50 മീറ്റർ ആക്കി ബ്ലാസ്റ്റിംഗ് ദൂരപരിധി 150 മീറ്ററെങ്കിലും വേണമെന്നാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. വിശദാംശങ്ങളാണ് വിനേഷ് കുമാർ നൽകിയത് കോഴിക്കോട് നിന്നും. മേഘാലയ മുഖ്യമന്ത്രിയായി കോൺറാഡ് സാക്മ 7-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ഫഗു ചൗഹാനുമായി കൂടിക്കാഴ്ച നടത്തി. NPP നേതാവും മുഖ്യമന്ത്രിയുമായ കോൺറാഡ് സാക്മ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. 60-അംഗ സഭയിൽ 31 MLA-മാരുടെ പിന്തുണയാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 26 അംഗങ്ങളുള്ള NPP ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. 2 അംഗങ്ങളുള്ള BJP-യും 1 സ്വതന്ത്രനും NPP-ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ചെറു പാർട്ടികളെ കൂടി ഒപ്പം നിർത്താനാണ് NPP-യുടെ ശ്രമം. ത്രിപുരയിൽ മുഖ്യമന്ത്രി മണിക് സാഹയ്ക്ക് പുറമെ കേന്ദ്രമന്ത്രി പ്രതിമ ഭൗമികിനെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. സ്പോർട്സ്. ഇന്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ദയനീയ തോൽവി. 76 റൺസ് വിജയലക്ഷ്യം, 1 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഓസ്ട്രേലിയ മറികടന്നു. റണ്ണൊന്നും എടുക്കാതെ ഉസ്മാൻ ഖവാജയാണ് പുറത്തായത്. ജയത്തോടെ ഓസ്ട്രേലിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ഉറപ്പാക്കി. അഹമ്മദാബാദിൽ നടക്കുന്ന അടുത്ത മത്സരം ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെത്താൻ കഴിയൂ. 4 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. 2 ഇന്നിംഗ്സുകളിലുമായി 11 വിക്കറ്റ് വീഴ്ത്തിയ നഥാൻ ലിയോണാണ് മാൻ ഓഫ് ദ മാച്ച്. 4 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.